ഞാൻ 2-3 പേരൊക്കെ കിട്ടി കറിയിട്ട് കുറച്ചോ. അപ്പോൾ കുറച്ച് നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല അമ്മ കുമ്പളത്തിൻ്റെ ഇല അമ്മ ആടി ഉണ്ടായി. ഞാൻ പറിച്ചു വിട്ടാ. ഏതായാലും അമ്മ കൊണ്ട് കൊടുക്കാം, നല്ല ഉപ്പേരിയാക്കി കൂട്ടി. അപ്പോൾ അച്ഛനെ കഴുകുന്നു. അച്ഛാ പേരക്കട്ടീനെയാ? വലിയ പേരക്ക തന്നെയല്ല, നല്ല പേരക്ക. എന്നാ പിന്നെ മുറിക്ക് നമുക്ക് തിന്നാ. എന്താ കുറച്ച് മത്തൻ്റെ ഇല, മത്തനായ കുമ്പളാ, കുമ്പളാ മത്തനാ? കുമ്പളങ്ങ എനിക്ക് തോന്നുന്നത്. എന്താ? എന്നാ ആവട്ടെ. ഇത് ഉപ്പേരിയാക്കാം അല്ലേ? ഇത് കഴുകണ്ടച്ചാ? കഴുകണം. അമ്മ കഴുകാൻ ഒരു പാത്രം നോട്ട്. ഇത് കഴുകാൻ ഒരു പാത്രം നോട്ട്. എന്താ കുറച്ച് മത്തന കിട്ടീനി. മത്തന ഇത് കുമ്പളാ? മത്തന കുമ്പളാ? ആർക്കും മനസ്സിലാവുന്നില്ല. ഒന്നിക്ക് മത്തല്ല കുമ്പളൻ. നിങ്ങാവട്ടെ ഉപ്പേരിയാക്കാം അല്ലേ? ഞാൻ കഴുകട്ടെ. മത്തൻ ചപ്പന്നെയാ? എന്താ അച്ഛന് മനസ്സിലായിട്ടാ? എന്നാല് അപ്പം നമ്മുടെ ഇല കുത്തി ഒന്ന് കഴുകട്ടെ. അമ്മ പറഞ്ഞത് മത്തനാന്ന്. അച്ഛന് ശരിക്കും കാണുന്നില്ല, കണ്ണ് കാണുന്നില്ല. രണ്ടായാലും പ്രശ്നമില്ല, രണ്ടും വറക്കാൻ അല്ലേ ഉപ്പേരിയൊക്കെ. അമ്മ വൃത്തി കഴുകിനെ? വൃത്തി കഴുകി. ആ പേരക്ക മുറിച്ചു വാ. എന്താ മധുരമുണ്ടാ? മധുരമുണ്ടാ? ഞാനൊരു പേരക്കഷ്ണം എടുക്കാം. അച്ഛനെ മുറിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടല്ലോ. നല്ല മധുരമുള്ള പേരക്കാണ്, വലുതാവും. പിന്നെ മേലത്തെ ഇത് കീറി എടുക്കണം അല്ലേ? മൂത്തിനാ മേലെ? മൂത്തിനാ കുറച്ചേ ഉണ്ടായിട്ടു. അതിന് മത്തൊന്നും ഉണ്ടാവൂല, മത്തൊന്നും ഉണ്ടാവൂല ചൈനി. ചില സമയത്തുണ്ടാവും. പടുവെള്ളം മുളച്ചതാണ്. പടുവെള്ളം മുളച്ചന്നെ പാടുണ്ടാവുകയും ചെയ്യും. അത് കാട്ടിന്റെ മുകളിലേക്ക് ഇങ്ങനെ പടർന്നു പോയിരുന്നു. അച്ഛ കാണുന്നുണ്ടാ? കണ്ണ് കാണുന്നുണ്ടാ? അച്ഛൻ്റെ നാല് വിളിച്ച് കളിയുന്നുണ്ട്. അമ്മയിരുന്ന് ഇത് മുറിച്ചിടുന്നുണ്ട്. അമ്മേരെ മത്തനില തോരനാണ്. വറവ്, ഉപ്പേരി, എന്തെല്ലോ പറയും നമ്മളിങ്ങോട്ട്. നമ്മ വറവെന്ന് പറയില്ല അധികം. കാന്താരി കുറവാണ്. അമ്മ എന്നെ കാന്താരി പറിക്കാൻ പറഞ്ഞേച്ചിനെ. ഇത്ര പേർ കിട്ടീനി. ഈ 2 തരം കാന്താരി ഉണ്ട് കേട്ടോ, ഉണ്ടക്കാന്താരിയും മറ്റേ ഒറിജിനൽ കാന്താരി. ഓ അമ്മ എരിഞ്ഞായാ? എന്നാ കുറച്ച് കാന്താരി കിട്ടീന് കേട്ടാ. കാന്താരി മതിയാവൂല അമ്മ? ഇത് മതിയാവൂലേ? ഇത്ര മതിയില്ലേ? അത്രല്ലേ ഇല്ലൂ അല്ലേ? പറങ്കി ഇപ്പൊ പിടിക്കൽ കുറവാണല്ലേ? ഇപ്പൊ പൂക്കുന്ന സമയം തോന്നുന്നല്ലേ? അപ്പൊ അമ്മ ഇത് ഏകദേശം എരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തനയുടെ മുറിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ തേങ്ങ, നമ്മുടെ കാന്താരി, നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയുണ്ട്. നമ്മൾ കാന്താരിയും വെളുത്തുള്ളിയും ഒന്ന് ചതക്കണം അല്ലേ അമ്മേ? കാന്താരിയും വെളുത്തുള്ളിയും ഒന്ന് ചതക്കണം. അപ്പം നമ്മുടെ തേങ്ങ മുറി കൊണ്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. നല്ലൊന്ന് ഒന്ന് ചതക്കട്ടെ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും കാന്താരിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് കത്തിച്ച് വെച്ചാ? അതെയാ? ഓ അച്ഛൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ചട്ടി എടുക്കട്ടെ, ചട്ടി വെക്കാം. ചട്ടി ചൂടാവട്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി പറഞ്ഞു. ഇനി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിട്ട് അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ അച്ഛാ തീർന്നിട്ടെ അല്ലോ ടൈം അടുത്ത് നമ്മുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതേട്ടാ കുറച്ച് ഉപ്പ് മതി അച്ഛൻ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക എല്ലാം ഇനി ഇളക്കി വയ്ക്കുക ഇത് കാണുമ്പോൾ പാടുണ്ട് അല്ലേ ഓടുമ്പോൾ കപ്പ ഉണ്ടാവില്ല ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച കാന്താരിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും തേങ്ങ കൂടി ഇട്ട് കൊടുക്കണ്ടേ അച്ഛാ അത് കിട്ടെ അമ്മ ഇരുപതില മതിയില്ലേ നമുക്ക് എണീച്ച് ഞങ്ങൾ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മ പറഞ്ഞ ചേരുവ ഞാൻ ആക്കുന്നത് അമ്മയർക്ക് പറഞ്ഞു തരുന്നുണ്ട് കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട് നീലേ ഇതിനെല്ലാം ഇളക്കൊക്കെ അല്ലമ്മേ എല്ലാം ഒന്ന് ഇളക്കി വെപ്പിക്കാം അങ്ങനെ നമ്മുടെ പോഷക സമൃദ്ധമായ നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മളെ തേങ്ങ ചെയ്യേണ്ട ഇതാണ് പാത്രം അതിലേക്ക് നമുക്ക് അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ അച്ഛൻ നോക്കിയാ എടുത്ത് നോക്കറാ ടേസ്റ്റ് വന്നിരി നോക്കിയാ വന്നില്ലേ വന്നില്ലേ വന്നിനി അമ്മക്ക് അമ്മേ കൈക്ക് മഞ്ഞപ്പൊടി ഉണ്ട് അത്രേ വന്നില്ലേ രസൂലേ എന്നാ പിന്നെ ഞാൻ കുളിച്ചിട്ടെല്ലാം ബേട്ടെ എന്നിട്ട് കഞ്ഞി കുടിക്കാം കേട്ടാ അപ്പോൾ ഇന്നത്തെ ഊണയിക്കലായിട്ടുണ്ടേ അപ്പോൾ അമ്മ ചോറ് തന്നിട്ടുണ്ട് ഇന്ന് അമ്മേരെ ചോറാണ് അമ്മേരെ കറിയും അച്ഛാ ഞാൻ എന്നാ കഴിക്കട്ടാ സമയത്തായിട്ടും 11:15 ആയിട്ടും എനിക്കൊരു 12 കാലം പോകണം അപ്പോൾ ഇന്നത്തെ ഇതാ നമ്മളെ തോരനുണ്ട് അതുപോലെ തന്നെ ഇതെന്നാ കറി പയറ് കറിയും ഉണ്ട് കേട്ടോ എന്നാൽ കഴിക്കാം നോക്കട്ടെ ആദ്യം നമ്മുടെ തോരൻ നല്ലല്ല നല്ല തോരൻ അടിപൊളി ഇത് മാത്രം മതി അച്ഛാ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അങ്ങനെ കഴിക്കട്ടെ ഓക്കെ